ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് ഫൈൽ. അപ്പോൾ ഇന്ന് പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചൈനീസ് ന്യൂ ഇയർ ആണ്. ജനുവരി 28-നാണ് ഇവിടുത്തെ ന്യൂ ഇയർ പരിപാടികൾ. സത്യം പറഞ്ഞാൽ വയ്യ, നല്ല ചുമയും പനിയൊന്നും മാറി വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ നടക്കുന്നത് എനിക്കറിയില്ല. എന്നാലും മാക്സിമം എല്ലാം കാണിച്ചു തരാം. ഇവിടെ ഒന്നാമത് നല്ല തണുപ്പാണ്, അതുകൊണ്ട് കോട്ട് പിന്നെ ഒരു ഫേസ് മാസ്ക് പോലത്തെ ഒരു സംഭവം ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മളിന്ന് ഇറങ്ങാൻ പോണത്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇതൊക്കെ ചെയ്യുക. കാരണം നിങ്ങൾക്കും കൂടിയാണല്ലോ ഈ വീഡിയോ കാണുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ഉള്ള ഇതൊക്കെ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഈ പേടകം എടുത്ത് നമ്മൾ യാത്രയാവുകയാണ് ഗുയ്സ്. എടുത്ത് ഓടിക്കുന്ന ഇടയിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. പോകുന്ന ഇടയിൽ പെട്ടെന്ന് വിശന്നപ്പോൾ നമ്മൾ നേരെ മുസ്ലിം റെസ്റ്റോറൻ്റായ ഹലാൽ റെസ്റ്റോറൻറ്റിൽ വന്ന് ആദ്യം തീറ്റ, എന്നിട്ട് അടുത്ത ആഘോഷം. മനസ്സിലായില്ലേ? അപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി അപ്പാപ്പൻ്റെ കടയിൽ വന്നു, അവിടെ സാധനം ഓർഡർ ചെയ്തു, അത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മുടെ ക്യൂട്ട് അപ്പാപ്പൻ സാധനം കൊടുത്ത് തരുന്നു. കൂട്ടത്തിൽ നല്ല കാടി വെള്ളം പോലത്തെ സൂപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റ് സൂപ്പാണ്, മട്ടനും ഇതൊക്കെ പാടുള്ള സൂപ്പാണ്. ഇതിങ്ങനെ എടുക്കുക. കഴിച്ചിട്ട് കാണുന്ന കടയുടെ മുന്നിൽ നിൽക്കുന്ന ഈ കുതിച്ചുകൊണ്ടിരിക്കും. ബാക്കി നമുക്ക് മെയിൻ സ്പോട്ടിലേക്ക് പോയിട്ട് കാണാം. അങ്ങനെ വിജിലംബിച്ച് കിടക്കുന്ന റോഡുകളും ഇതല്ലേ, ഇത്ര കണ്ട ആൾക്കാർ വന്നിരിക്കണത് ഇവിടുത്തെ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം കാണാനാണ്. ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം കാണാൻ ഇത്രമാത്രം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ എന്താ അവസ്ഥ നോക്കി നോക്കാം. അത്യാവശ്യം ജനക്കൂട്ടം ഉണ്ട് അവിടെ. കണ്ടോ, അത്യാവശ്യം ജനക്കൂട്ടമുണ്ട്. ഹായ്, കണ്ണാടി കുട്ടികളും കുട്ടന്മാരും എല്ലാവരും ഉണ്ട്. വരട്ടെ, എല്ലാവരും വരട്ടെ, എല്ലാവരും അറിയട്ടെ. നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. അങ്ങോട്ട് കിടക്കുമ്പോഴുള്ള ജനസാഗരമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ ലോക്ക്ഡൗൺ ആണ്. HMBV ഇതാ പരന്നുകൊണ്ടിരിക്കുകയാണ്. HMBV കുറച്ച് എണ്ണം കൂടിയിപ്പോൾ, കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ള HMBV വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഇതുണ്ടോ, ആരാ ശരി. അപ്പം എന്തായാലും ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, മനോഹരിതമായ ചൈനയുടെ തെരുവിലൂടെ നടക്കുമ്പോൾ ഇതാ ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വരും. കണ്ടോ, ഇത് ഫുള്ള് ഒരു ബ്രിഡ്ജാണ്. ഇവിടെ ഇങ്ങനെ അവിടെ ഒരു ഫുൾ ബിൽഡിംഗ് അതാ പച്ചമഞ്ഞ ലൈറ്റുകൾ വെച്ച് കത്തിച്ച് നിറച്ച് വെച്ചിരിക്കുന്നു. കൂട്ടത്തിൽ ഇവിടെ ഒരു ലോഡ് ആളുകൾ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെണ്ടിത്തിരിഞ്ഞ തെരുവിലൂടെ നമ്മൾ തെണ്ടിത്തിരിയാൻ പോകും. അപ്പോൾ തിരിഞ്ഞുകൊണ്ട് കിടക്കാം. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ തെറ്റിത്തിരിഞ്ഞ് വന്നപ്പോഴാണ് ഇത് കണ്ടോ, ഷുഗർ ക്യാൻഡി അല്ലെങ്കിൽ കാരമൽ ക്യാൻഡി എന്നൊക്കെ അറിയപ്പെടും. ഈ കാരമൽ ക്യാൻഡി കഴിക്കുന്ന വീഡിയോ നമ്മുടെ ബ്ലോഗ് ചാനലിൽ, ഷോർട്ട് ചാനലുണ്ടോ. എന്ത് ഭംഗിയിലാണ് ഇവർ ഈ പാട്ടാണെങ്കിലും ഇവർ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് ഭംഗിയിലും ഒക്കെ ആ ബിൽഡിങ് കംപ്ലീറ്റ് ആയിട്ട്. ഇതൊക്കെയാണ് ചൈന. ദിസ് ഈസ് ദ വേൾഡ് വൈഡിങ് ലൈഫ് ഓഫ് ചൈന. കണ്ടില്ലേ, ചൈന ഈസ് സംതിങ് വെരി ബ്യൂട്ടിഫുൾ മാൻ. ഒരു വട്ടെങ്കിലും ലൈഫിൽ എല്ലാവരും കൂടെ ഒരു വട്ടെങ്കിലും വരണം, അപ്പോഴേ അറിയുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇത് കണ്ടോ, ഇത്രയും ജനസാഗരം ഒരു കംപ്ലീറ്റ് ഒരു ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണ് അർജം ആൾക്കാർ ഇതൊക്കെ. ഇതുണ്ടോ, പോലീസുകാരൻ്റെ ഇടയിൽ കൂടി ഹായ് ഹായ് ഹോയ് ഹോയ് പോലീസ് മാമാർ പോകുന്നു ഇതിൻ്റെ ഇടയിൽ കൂടി. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞു, ഒരു വട്ടെങ്കിലും ചൈന ലൈഫിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ യു ഷുഡ് വിസിറ്റ്. ഒരുത്തൻ അവിടെ ഡ്രോണും വിട്ട് കളിക്കുന്ന ആരുടെ ഡ്രോണാണ് അത്?
കണ്ട ചന്ദ്രനാണെന്ന് തോന്നിയെങ്കിൽ അത് ഡ്രോണാണ്. ഡ്രോൺ. അപ്പോൾ നമുക്ക് നടക്കാം. വഴിയോരങ്ങളിൽ ഉള്ള കടകളും അതിലുള്ള കുറേ വിചിത്രമായ സാധനങ്ങളും. ഡ്രാഗൺ കുഞ്ഞിനെ തൂക്കിയിട്ടിരിക്കുന്നു, പാമ്പ് കുഞ്ഞു പോലെ. പക്ഷേ ഈ വർഷം നമ്മുടെ ചൈനയിൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ ന്യൂ ഇയർ ആകുമ്പോൾ ഇവർക്ക് ഓരോ തരത്തിലുള്ള ആനിമൽസ് ഉണ്ടാവും. അതിൽ ഈ വർഷം പാമ്പിൻ്റെ വർഷമാണെന്നാണ് അറിയപ്പെടുന്നത്. പാമ്പിൻ്റെ വർഷം ആയതുകൊണ്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പാമ്പ് വന്നപ്പോൾ കോവിഡ് വന്നു. ഇപ്രാവശ്യം പാമ്പ് വന്നപ്പോൾ HMPV വന്നു. ഇനി അടുത്ത പ്രാവശ്യം പാമ്പിന് എന്ത് വരും എന്നുള്ളത് കാത്തിരിക്കാം. എന്തായാലും കുറച്ചുകൂടി മുന്നിലേക്ക് എത്തിയാൽ കുറച്ചുകൂടി കമ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാണിച്ചു തരാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഒരു താങ്കള് വാങ്ങി അത് വരുന്നുണ്ട്. മറ്റൊരു അടി കിട്ടിയപ്പോൾ അതിൻ്റെ മുകളിൽ കടന്ന് തിന്നാക്ക കളിച്ചോണ്ടിരിക്കുന്നു. ഇത്രയും വലിയ മുന്തിരി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മുന്തിരിയുടെ താങ്കളും കൊള്ളാം. അവിടെ സ്റ്റേജ് പരിപാടിയിൽ എന്തൊക്കെയോ കുട്ടികൾ എന്തൊക്കെയോ ചെയ്യുന്നൊരു പരിപാടി കാണിച്ചുതരാം. അവിടെ നടക്കുന്ന ഒരു ലവ് ഡ്രാമയാണ് ആ നടക്കുന്നത് സ്റ്റേജിൽ. ആ ലവ് ഡ്രാമ കാണാൻ വേണ്ടി ഇത്ര കണ്ട ആൾക്കാരുണ്ട് ഇവിടെ. എത്ര കണ്ട ആൾക്കാർ. ഒരു ലവ് ഡ്രാമയ്ക്ക് ഇത്രയും ഫാൻസോ എന്തോന്നറിയാം. ഇത് വെറുതെ അല്ല ചൈനീസ് ഡ്രാമയ്ക്ക് ഹിറ്റ് ആവുന്നു. ഇത് എന്തിനു പറയണതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തരോ പറയണ്, അതിനെന്തിനൊക്കെയോ ആൾക്കാർ വീഡിയോ എടുക്കണു, ഫോട്ടോ എടുക്കണു. കൊള്ളാം. ഇതിലെ ഓ വാ വാ സൂപ്പർ 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 കിടിലൻ. പിന്നല്ല അവരത് കണ്ടോണ്ടിരിക്കട്ടെ, നമുക്ക് പോയിട്ട് അടുത്ത പരിപാടി നോക്കിയിട്ട് വരാം. എന്ന മാതിരിയായി പോയി. ഇപ്പൊ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് അപ്പാപ്പൻ. ഹലോ 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 ഹലോ. എല്ലാ സാധനവും വാങ്ങുന്നുണ്ട്, കൂട്ടത്തിൽ ഇതും വാങ്ങി. ഇനി പോയിട്ട് അടുത്ത പരിപാടി. 12 മണി ഏകദേശം ആവാനായി. സത്യമായിട്ട് 11:30. ഇനി പടക്കം പൊട്ടിക്കുന്ന പരിപാടിയാണ്. എത്രയും പെട്ടെന്നുണ്ടാവും, കാണിച്ചു തരാം. ഇവിടുത്തെ പൊടിപൂരത്തിനുള്ള സമയം തുടങ്ങാൻ ഏകദേശമായി. അതിൻ്റെ തിരക്ക് ഇവിടെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് വീണ്ടും. ഇതൊരു ഹോട്ടലാണ്, ഒരു ഹോളിഡേ ഹോട്ടൽ. അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ആൾക്കാരിരിക്കുന്നു. അവിടെ നിന്നുള്ളവന് സുഖമുള്ള വ്യൂ എന്തരായാലും. ഇത് കണ്ട അതിൻ്റെ മോനെ ബീറ്റിനനുസരിച്ച് പാട്ടിങ്ങനെ പാട്ടിനനുസരിച്ച് മഞ്ഞ നീല ചുവപ്പ് എന്നിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇതാണ് പന്തം കത്തിയ കന്തം കത്തെന്ന് പറഞ്ഞാൽ പറ്റിയ സാധനം. എന്തായാലും ഉടനെ പരിപാടികൾ തുടങ്ങുന്നതാണ്. തൽക്കാലം എന്നെ കാണുന്നില്ല എന്ന് എനിക്കറിയാം, സാരമില്ല, എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പം ചിയേഴ്സ്. വർഷത്തേക്ക് ഒരു ലോഡ് ഡ്രോണുകൾ കിട്ടിയിട്ട് ആ ഡ്രോൺ വെച്ചിട്ട് ഓരോ ഷേപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആകാശത്തിൽ, മാനത്ത്. കണ്ടില്ലേ? ഇതിന് വീഡിയോ എടുക്കാൻ ഒരു ലോഡ് ആൾക്കാരും ഉണ്ട്. എന്തോ തെളിഞ്ഞു വരുന്നുണ്ട്. ഹായ് ഫുൾ. ഓ അത് പൊളി. ആകാശത്ത് ഹായ് ഫൂജോ. ഞാൻ നിൽക്കുന്ന ഫൂജോയിലാണ്, അതുകൊണ്ട് ആകാശത്തൊരു പറവാന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആകാശത്തൊരു ചൈനീസ് കാരത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം, കിടിലൻ, സൂപ്പർ. അച്ഛൻ ഫോണിലൊക്കെ എടുത്ത് പറപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യത്തെ വരെ ചൈനീസുകാർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിൻ്റെ വർഷമായിരുന്നു എന്ന്. പാമ്പാണ് ഈ നിൽക്കണത് ആകാശത്ത്. എന്നാലും കൊള്ളാടെ, പാമ്പ് കിടിലനായിട്ടുണ്ട്. മഴവിൽ കളറ എന്തോന്നത് പോയത്. സ്പോൺസർഷിപ്പ് കാണിച്ചതിനാണ്.
നിനക്ക് വേറൊരു പണിയില്ല, രണ്ടുപേരും കൂടി എന്നെ വെക്കാൻ നടക്കണതിന്റെ ഇടയില്. നിനക്ക് എന്ത് പറഞ്ഞേ പറയടാ, നിനക്കെന്തിനു പറയാനുള്ളത്? നിനക്കെന്താ പറയാനുള്ളത്? എന്താ ചെയ്യാന്ന് പറ, എന്തോ ചെയ്യോന്ന് പറ നോക്കണേ. ട്രീറ്റ് എല്ലാം എന്റെ വക, കാശ് അവര് തരും. ഓണത്തിന്റെ ഇടയിൽ ഫുഡ് കച്ചവടം. അപ്പോ അങ്ങനെ പടക്കം പൊട്ടിക്കലും പിടക്കം പൊട്ടിക്കലും എല്ലാ പിടുക്ക് പൊട്ടിക്കലും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. ഡോക്ടർ കിഡ്സ് സൈനിങ് ഓഫ്. ടാറ്റാ.